കേന്ദ്രത്തിൻ്റെ വിവേചനപരമായ സാമ്പത്തിക സമീപനം കാരണമാണ് നാം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്. ഇത് കേന്ദ്ര നിലപാട് കൊണ്ടല്ല, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തുകൊണ്ടാണ് എന്ന ഒരു വ്യാജ പ്രചരണം നമ്മുടെ നാട്ടിൽ അഴിച്ചുവിടുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവും. ആ ധൂർത്ത് കാരണം കടക്കണി ഉണ്ടായിരിക്കുന്നു എന്നാണ് പ്രചരണം. ഈ പ്രചരണത്തിന് ഞങ്ങളായിട്ട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. സാധാരണ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന കൺട്രോളറിൻ്റെ ഓഡിറ്റർ ജനറൽ ഉണ്ടല്ലോ, ആ CNAG ഏറ്റവും ഒടുവിൽ 2025 ഡിസംബറിൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ പട്ടിക 5 അതിൽ 2 അതുപ്രകാരം 2023-24 കടമെടുപ്പിൻ്റെ ഭാഗം പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഈ പട്ടികയുടെ ഭാഗമൊക്കെ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ ഇത് വിട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവർ കൂടി ശ്രദ്ധിച്ചോട്ടെ എന്നുള്ളത് കൊണ്ടാണ്. ഈ 5.2 2023-24 കടമെടുപ്പിൻ്റെ 56.29%, 56.29% കടമെടുത്തതിൻ്റെ അത് ചെലവഴിച്ചത് മൂലധന ചെലവുകൾക്കാണ്. ഇപ്പോൾ കടത്തിൻ്റെ ഭൂരിഭാഗം 56.29% മൂലധന ചെലവുകൾക്ക് വിനിയോഗിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നതോ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടിയാണ് ഈ കടമെടുക്കുന്നതെന്നാണ്. ഇത് കൃത്യമായ ദുഷ്പ്രചരണമാണ്, വസ്തുതയുമായി ബന്ധമില്ലാത്തതാണ് എന്നിതിലൂടെ വ്യക്തമാവുകയാണ്.